അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എന്ന പ്രമേയത്തിൽ സ്വർഗീയ ലോകം കരസ്ഥമാക്കാനുള്ള ഒരു പിടി സൽക്കർമ്മങ്ങളാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി തഖ്വയുള്ളവരായിരിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ അന്തസത്ത തഖ്വയാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതും പദവികൾ ഉയർത്തപ്പെടുന്നതും നമ്മുടെ സ്രഷ്ടാവ് നമ്മളെ തൃപ്തിപ്പെടുന്നതും നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും സ്വർഗവാതിലുകൾ അവൻ നമുക്കായി തുറക്കുന്നതുമെല്ലാം തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഹാദാ ദിക്റും വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ് ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. ഈ വിശുദ്ധ ഖുർആൻ ഒരു ഉത്ബോധനമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് നല്ല മടക്ക സ്ഥലമാണുള്ളത്. അഥവാ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട ശാശ്വതവാസത്തിനുള്ള സ്വർഗീയോദ്യാനങ്ങളാണ് അവർക്കുള്ളത്. സത്യവിശ്വാസികളെ, അനുഗ്രഹീതമായ ഒരു വിശുദ്ധ റമദാനും പുണ്യങ്ങളുടെ വസന്തകാലവും നിങ്ങൾക്കോരോരുത്തർക്കും ആശംസിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ അള്ളാഹു സ്വർഗലോകത്തിൻ്റെ എല്ലാ വാതിലുകളും അതിൻ്റെ ഗാംഭീര്യത്തോടെ, വിശാലതയോടെ തുറന്നു തരും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ജാഅ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ ആഗതമായാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. സ്വർഗത്തിൻ്റെ വാതിലുകളെക്കുറിച്ച് നമുക്കെന്താണ് അറിയുക? സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഓരോ വാതിലുകൾക്കുമിടയിൽ മസീറത്തു 40 സന വലയത്തിയന്ന അലൈഹാ യൗമുൻ വഹുവ കദീലുൻ മിനസ്സിഹാം. ഓരോ വാതിലിനുമിടയിൽ 40 വർഷത്തെ സഞ്ചാര ദൂരമുണ്ട്. ആ വാതിലുകൾ ഓരോന്നും ജനത്തിരക്കു കാരണം വീർപ്പുമുട്ടുന്ന ഒരു സന്ദർഭം, ഒരു ദിനം വരിക തന്നെ ചെയ്യുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സുരലോക സ്വർഗം ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. കാരണം അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും നിങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള എല്ലാ കാരണങ്ങളും ലളിതമായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരം സമയത്തു തന്നെ നാം കൃത്യമായി നിർവഹിക്കുക. ഫർള് നിസ്കാരങ്ങളും നവാഫിലുകളും നാം പാലിക്കുക. നിസ്കാരത്തിൽ ഭയഭക്തിയോടെ, അള്ളാഹുവിനോടുള്ള വിധേയത്വത്തോടെ നാം പങ്കാളികളാവുക. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഫമൻ കാന മിൻ അഹ്ലിസ്സലാഹ് ദുഇയ മിൻ ബാബിസ്സലാഹ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും നിസ്കാരത്തിൻ്റെ ആളുകളാവുകയും ചെയ്തവരെ അന്ത്യനാളിൽ സ്വർഗത്തിൻ്റെ ബാബുസ്വലാഹ്, നിസ്കാരത്തിൻ്റെ വാതിലിലൂടെ വിളിക്കപ്പെടുമെന്ന്. നമുക്ക് നമ്മുടെ നോമ്പുകൾ സമ്പൂർണമായി നോറ്റുവീട്ടുകയും നോമ്പുകാലത്ത് നല്ല സ്വഭാവങ്ങൾ ശീലമാക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹുർ റയ്യാൻ. സ്വർഗത്തിൽ അർ റയ്യാൻ എന്ന് പറയപ്പെടുന്ന ഒരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വാഇമൂന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആ വാതിലിലൂടെ പ്രവേശിക്കുന്നത് നോമ്പുകാർ മാത്രമാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാതെ മറ്റാരും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. യുഖാലു ഐന സ്വാഇമൂൻ ഫയഖൂമൂന ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. അന്ത്യനാളിൽ ഒരശരീരിയുണ്ടാവും, നോമ്പുകാരെവിടെയെന്ന്. നോമ്പുകാർ ഉടനെ എഴുന്നേൽക്കുകയും ആ വാതിലിലൂടെ പ്രവേശിക്കുകയും ചെയ്യും. അവരല്ലാതെ മറ്റാരും അതുവഴി സ്വർഗത്തിലെത്തുകയില്ല. നമുക്ക് റമദാനിൽ ദാനധർമ്മങ്ങൾ
വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. അതുവഴി നമ്മുടെ മീസാനിൽ ഭാരമേറും. നമുക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ചെയ്യും. പ്രവാചകർ പഠിപ്പിച്ചു, വമൻ കാന മിൻ അഹ്ലിസ് സ്വദഖ ദുഇയ മിൻ ബാബിസ് സ്വദഖ. ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്ത് ദാനത്തിൻ്റെ ആളുകളായി മാറിയവരെ ബാബുസ് സ്വദഖയിലൂടെ, ദാനധർമ്മങ്ങളുടെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്ന്. നമുക്ക് അത്യുദാരനായ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കാം. അവൻ്റെ ദിക്റുകളിൽ വ്യാപൃതരാവാം. ദിക്റുകൾ നമുക്ക് നരകത്തിൽ നിന്ന് കവചമാണ്, സ്വർഗത്തിൽ നിന്ന് ഒരു കവാടം വാഗ്ദാനം ചെയ്യുകയുമാണ്. ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകർ എന്നോട് പറഞ്ഞു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തെക്കുറിച്ച് താങ്കൾക്കു ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ, തീർച്ചയായും അങ്ങ് പറഞ്ഞു തരണം. പ്രവാചകർ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണ്. സമ്പൂർണമായ രീതിയിൽ വുളൂ ചെയ്തതിനു ശേഷം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിൽ വ്യാപൃതരാവുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുസ്ബിഗുൽ വുളൂഅ ثم يقول أشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء. നിങ്ങളിലൊരാൾ സമ്പൂർണമായി വുളൂ ചെയ്യുകയും ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവനു വേണ്ടി തുറക്കപ്പെടും. ആ 8 വാതിലുകളിൽ നിന്ന് ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ അവസരമുണ്ടായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികളെ, വിശുദ്ധ റമളാൻ മാറ്റുരക്കാനും നേടിയെടുക്കാനുമുള്ള സമയമാണ്. നാളെ അന്ത്യനാളിൽ വിലയിരുത്തലുകളാണ്. ഏറ്റവും വലിയ വിജയി സ്വർഗ കവാടങ്ങളിലേക്ക് മുന്നേറുന്നവനാണ്. സ്വർഗത്തിലെ തൻ്റെ ഇരിപ്പിടവും വാസസ്ഥലവും നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളവനാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും, അവർക്കു നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്വർഗത്തിലേക്ക് അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. പ്രവാചകർ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഅഹദുഹും ബിമസ്കനിഹി ഫിൽ ജന്ന അദല്ലു ബിമൻസിലിഹി കാന ഫിദ്ദുനിയ. എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു തന്നെ സത്യം, സ്വർഗവാസികളിൽപ്പെട്ട ഓരോരുത്തരും സ്വർഗത്തിലെ തൻ്റെ താമസ സ്ഥലത്തെക്കുറിച്ച് ദുനിയാവിലെ സ്വന്തം വീടിനേക്കാൾ വിവരമുള്ളവരാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അന്ത്യനാളിനു വേണ്ട സജ്ജീകരണങ്ങൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുക. അന്നു രക്ഷ നേടാൻ ആവശ്യമായത് നാം സംഭരിക്കുക. കാരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതുകൊണ്ട് ഏതൊരാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ജീവിതം നമ്മെ കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാകുന്നു. സത്യവിശ്വാസികളെ, സ്വർഗത്തിൻ്റെ ഏറ്റവും നടുവിലെ മഹത്തരമായ വാതിൽ നമ്മളിൽ നിന്ന് ഏറെ അകലെയല്ല, മറിച്ച് നമ്മോട് തൊട്ടടുത്തു തന്നെയുണ്ട്. ആ കവാടം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നാം കേട്ടിട്ടില്ലേ? അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഫഇൻ ശിഅത ഫഅളിഅ ദാലികൽ ബാബ ഔ ഇഹ്ഫദ്ഹു. പിതാവ് സ്വർഗത്തിൻ്റെ നടുവിലെ കവാടമാണ്. താങ്കൾക്ക് ആ കവാടം വേണമെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കുകയും ചെയ്യാം. മാതാപിതാക്കൾക്ക്
നന്മ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു നമുക്കൊരുക്കി തന്നിട്ടും നമ്മളെങ്ങനെയാണ് ആ കവാടം അവഗണിക്കുകയും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുക? മാത്രമല്ല, മഹത്തായ പ്രതിഫലവും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോ അവരിലൊരാളോ ജീവിച്ചിരിക്കുന്നയാളുകൾ ഈ സന്ദർഭം ആ വാതിലടഞ്ഞു പോകുന്നതിനു മുമ്പ് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാതാപിതാക്കളിൽ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവരിലൊരാളോ മരണപ്പെട്ടു പോയവർ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മകനായി മാറണം. അവർക്കു വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. അവർ ചേർത്തുകൊണ്ടിരുന്ന കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകണം. അവരിഷ്ടപ്പെട്ടിരുന്നവരെ അങ്ങോട്ടു ചെന്ന് സിയാറത്ത് ചെയ്യണം. അവയെല്ലാം സ്വർഗത്തിൽ നമുക്കൊരു കവാടം തുറന്നു തരുന്ന കർമ്മങ്ങളാണ്. അള്ളാഹുവിന് വഴിപ്പെടുകയും സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുകയും തൻ്റെ ഇണയ്ക്ക് മികച്ച ജീവിത പങ്കാളിയാവുകയും ചെയ്യുന്ന സഹോദരിമാർ, ആരാധനകളിലും സന്താന ശിക്ഷണത്തിലും ഭർത്താവിനോട് കൂടെ നിൽക്കുന്ന സഹോദരിമാർ, അവരോട് അന്ത്യനാളിൽ ഇങ്ങനെ പറയപ്പെടും: ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി. നീ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന്. ഭർത്താവെന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങളും മക്കളോടുള്ള കടമകളും പൂർണ്ണമായി നിർവഹിക്കുകയും തൻ്റെ ബാധ്യതകൾ സമ്പൂർണമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്ത ഭർത്താക്കന്മാർ, വലിയ ആദരവാണ് അവർക്കും കുടുംബത്തിനും വരാനിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ശാശ്വതവാസത്തിനുള്ള സ്വർഗീയ ആരാമങ്ങളാണ് അവർക്കുള്ളത്. അവരും അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എന്നിവരിൽ നിന്നുള്ള സജ്ജനങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരുടെ അടുത്ത് എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ കടന്നു വരികയും നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്കു സമാധാനമുണ്ടാവട്ടെ, നിങ്ങളുടെ ഈ ഗേഹം അത്യുദാത്തമായിരിക്കുന്നു എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, വിശുദ്ധ റമളാനിനെ നമുക്ക് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് വിനിയോഗിക്കുകയും അങ്ങനെ നമുക്കായി സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നത് കാത്തിരിക്കുകയും ചെയ്യാം. അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും ലോകരക്ഷിതാവിൻ്റെ തൃപ്തിയും നമുക്ക് കരസ്ഥമാക്കാം. കുടുംബത്തിൻ്റെ കെട്ടുറപ്പും മക്കളുടെ സുസ്ഥിതിയും നാം സംരക്ഷിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ നാം ചേർത്തുകൊണ്ടിരിക്കണം. അത് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട കവാടമാണ്. ഫല്ലാഹുമ്മ അംനുൻ അലൈനാ ബിറിളാക് വഅദ്ഖിൽനൽ ജന്നത മഅ നബിയ്യിക വമുസ്തഫാക്. അല്ലാഹുവേ, നിൻ്റെ തൃപ്തി കൊണ്ട് ഞങ്ങളോട് നീ ഔദാര്യം ചെയ്യണമേ. പ്രവാചകരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.